നമസ്കാരം. സ്മിത ടീച്ചറാണ്. +1 ഫിസിക്സിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ലോസ് ഓഫ് മോഷൻ ആൻഡ് വെക്ടേഴ്സ് എന്നീ രണ്ട് ടോപ്പിക്കുകളാണ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവ വർക്ക്ഔട്ട് ചെയ്ത് തന്നത് ലാലിൻ സാറാണ്. സാറിന് പ്രത്യേകം നന്ദി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A bullet of mass 0.04 kilogram moving with a speed of 90 meter per second enters a heavy wooden block and is stopped after a distance of 60 centimeter. What is the average resistive force exerted by the block on the bullet? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വുഡൻ ബ്ലോക്കില് ഒരു മരക്കഷ്ണത്തില് ബുള്ളറ്റ് ഫയർ ചെയ്യാണ്. ആ ബുള്ളറ്റിന്റെ മാസ് എന്നത് 0.04 കിലോഗ്രാം ആണ്. ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതിന്റെ സ്പീഡ് 90 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോ ഈ മരക്കഷ്ണത്തില് ബുള്ളറ്റ് പതിച്ചു കഴിയുമ്പോഴേക്കും അത് സ്റ്റോപ്പ് ആകും. അതായത് അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് മാറും. വുഡൻ ബ്ലോക്കിൽ കൂടി ബുള്ളറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ്. 60 സെന്റിമീറ്റർ ബ്ലോക്കിൽ കൂടി സഞ്ചരിച്ചതിന് ശേഷമാണ് ഈ ബുള്ളറ്റ് സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ബ്ലോക്ക് ഓൺ ദി ബുള്ളറ്റ്? അപ്പോ നമ്മുടെ വുഡൻ ബ്ലോക്ക് ഒരു ഫോഴ്സ് ബുള്ളറ്റിൽ എക്സർട്ട് ചെയ്തിട്ടാണ് 60 സെന്റിമീറ്റർ ബ്ലോക്കിൽ കൂടി ട്രാവൽ ചെയ്തതിന് ശേഷം അത് സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ, ബ്ലോക്ക് എക്സേർട്ട് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ബുള്ളറ്റിന്റെ മുന്നിലേക്കുള്ള മൊമെന്റത്തെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അപ്ലൈ ചെയ്ത് ഇതിന് വളരെ എളുപ്പത്തിൽ ആക്സിലറേഷൻ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മാസ് ഓഫ് ദി ബുള്ളറ്റ് 0.04 kilogram. Initial velocity, that is velocity of the bullet, that is 90 meter per second. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫൈനൽ വെലോസിറ്റി v equal to 0 എന്നാകും. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് സ്റ്റോപ്പ് ആവുന്നത്? 60 centimeter through the block. So the displacement of the stopping distance is 60 centimeter. 60 centimeter ne meter ആക്കണം. 10 power minus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.6 മീറ്റർ എന്ന് കിട്ടും. ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം, ഡിസ്റ്റൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ വെലോസിറ്റി ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. That is v square minus u square equal to 2as. So acceleration a equal to v square minus u square divided by 2as. Okay, let us substitute the values. That is v final velocity is 0, initial velocity is 90, distance traveled is 0.6 meter. So acceleration will be obtained as negative 6750 meter per second square. Okay, so retarding force ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാവുക. ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ റെസിസ്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ കൊടുക്കാം. F equal to ma. ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ F equal to ma. Let us substitute the values. That is 0.04 into minus 6750. That's equal to minus 270 Newton. Negative sign indicates that the force opposes the motion. Okay, നമ്മുടെ ബുള്ളറ്റിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ എന്താണ് ഒപ്പോസ് ചെയ്യുന്നത്? ഈ ബ്ലോക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒപ്പോസ് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫോഴ്സ് നെഗറ്റീവ് ആയിട്ട് കിട്ടിയത്. സോ ദിസ് ഈസ് ദി കേസ്.
വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലോസ് ഓഫ് മോഷനിലെ നെക്സ്റ്റ് പ്രോബ്ലം ഇമ്പൾസ് എന്ന ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഒരു വലിയ ഫോഴ്സ് വളരെ കുറച്ച് സമയത്തേക്ക് അനുഭവപ്പെടുന്നതിനെയാണ് ഇമ്പൾസ് എന്ന് പറയുക. ഓക്കെ, നോക്കാം. A batsman hits a ball straight in the direction of the bowler without changing its initial speed of 12 meters per second. If the mass of the ball is 0.15 kilogram, determine the impulse imparted to the ball. ഒരു ബാറ്റ്സ്മാൻ ബോൾ ഹിറ്റ് ചെയ്യുന്നത് ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പ്രോബ്ലത്തിൽ നിന്ന് ഉള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇനിഷ്യൽ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പം ഹിറ്റ്സ് ബാക്ക് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. എനി ഡിറക്ഷൻ ക്യാൻ ബി ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പൊ വി പോസിറ്റീവ് 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുക്കുന്നു. യു then is minus 12 meter per second. Okay, so impulse is change in momentum produced. Change in momentum is final momentum minus initial momentum. The second law of motion ആണ്, that is mv minus mu. V is the final velocity, u is the initial velocity, or m into v minus u. Mass of the ball is 0.15 kilogram. Final velocity is 12 meter per second. Initial velocity at the opposite ആയിരിക്കും, that is minus 12 meter per second. 12 minus minus 12 is 24. Therefore, I equal to 0.15 into 24 equal to 3.6 Newton second. ഫോഴ്സ് എത്ര സമയത്തേക്ക് അനുഭവപ്പെടുന്നു എന്നാണ് ഇമ്പൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ യൂണിറ്റ് വിൽ ബി ന്യൂട്ടൺ സെക്കൻഡ് ആൻഡ് ദ ആൻസർ ഈസ് 3.6 ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, ഈ കേസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് എ കേസ് ഓഫ് ഇമ്പൾസീവ് ഫോഴ്സ് ആൻഡ് ദ ഇമ്പൾസ് പ്രൊഡ്യൂസ്ഡ്. നെക്സ്റ്റ് പ്രോബ്ലം. Determine the maximum acceleration of the train in which a box lying on its floor will remain stationary, given that the coefficient of static friction between the box and the train's floor is 0.15. ഒരു ബോക്സ് ഒരു ട്രെയിനിന്റെ ഫ്ലോറിൽ കിടക്കുകയാണ്. ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും എന്തുണ്ടാവുക? ബോക്സിലും ആക്സിലറേഷൻ കിട്ടുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാക്സിമം ആക്സിലറേഷൻ എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കേസ് അപ്ലൈ ചെയ്യാം. ഫോർ ദി ബോക്സ് ടു ബി സ്റ്റേഷനറി, ദ ഫ്രിക്ഷൻ ഷുഡ് ബി ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മൂവ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഫ്രിക്ഷനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ Fs maximum equal to μs into n. ഓക്കെ, നോർമൽ റിയാക്ഷൻ ഒരു ബോക്സിംഗ് ഇരിക്കുന്നു. അപ്പൊ അതിന്റെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് വെയിറ്റിന് ആനുപാതികമായിട്ടായിരിക്കും ഉണ്ടാവുക. സോ Fs maximum is μs into n, where n is the weight of the box, mg. Fs maximum static friction എന്ന് പറയുന്നത് ma, mass into acceleration ആയിരിക്കും. ട്രെയിനിന്റെ ആക്സിലറേഷൻ a ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. m gets cancelled, then a equal to μs into g. So static frictionന്റെ വാല്യൂ ആനുപാതികമായിട്ടായിരിക്കും എന്തുണ്ടാവുക? ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് എന്നത് കിട്ടുക. That's equal to 0.15 into 9.8. That is 1.47 meter per second square. Okay, ഫ്രിക്ഷനിൽ നിന്നുള്ളൊരു പ്രോബ്ലം ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടാവും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പ്രോബ്ലത്തില് ഫ്രിക്ഷനിലെ ആംഗിൾ ഓഫ് റിപ്പോസ്
പരിചയപ്പെടുത്താം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A mass of 4 kg rests on a horizontal plane. The plane is gradually inclined until an angle of theta equal to 15 degree with the horizontal. Then the mass just begins to slide. What is the coefficient of static friction between the block and the surface? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞത്? 4 കിലോഗ്രാം ഉള്ള ഒരു മാസ് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ആ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ചരിക്കുകയാണ്. എത്ര വരെ ചരിക്കുന്നു? 15 ഡിഗ്രി ആവുന്നത് വരെ ഈ പ്ലെയിനിനെ ചരിക്കുകയാണ്. അന്നേരം എന്താ സംഭവിക്കുക? ഈ മാസ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. ആ മാസ് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റിപ്പോസ്. നോക്കിക്കോളൂ. The angle of inclination for which a body just slides down an inclined plane is called the angle of repose. ഇവിടെ 15 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആവുമ്പോഴാണ് ഈ ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ. ആംഗിൾ ഓഫ് റിപ്പോസിന്റെ കേസില് നമുക്ക് ഡിഫറെന്റ് ഫോഴ്സിന് എന്താ റിസോൾവ് ചെയ്ത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. സോ ഈ ബോഡി പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? വെയിറ്റ് mg വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഉണ്ടായിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. പ്ലെയിനിന് നോർമൽ ആയിട്ട് നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. നമുക്ക് ഈ വെയിറ്റ് mgയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നതാണ് mg cos തീറ്റ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് വരുന്നതാണ് mg sin തീറ്റ. ഓക്കെ. സോ മൂവ്മെന്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ഫോഴ്സസിനെ ഇക്വേറ്റ് ചെയ്യാം. സോ mg sin തീറ്റ ഈക്വലന്റ് ആയിട്ടായിരിക്കും fs മാക്സിമം ഉണ്ടാവുക. സോ fs maximum static friction, the maximum value is nothing but us into n, where us is the coefficient of static friction and n is the normal reaction. Okay. So mg sin theta equal to us into n, first equation. Then what is mg cos theta? Mg cos theta is the same as normal reaction. Okay. റിസോൾവ് ചെയ്താണ് ഈ വാല്യൂസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നോർമൽ റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത് mg cos theta ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സിനെ, അതായത് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് തുടങ്ങുമ്പോഴുള്ള ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നത് mg sin theta ആണ്. ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ എടുക്കുമ്പോൾ mg ക്യാൻസൽ ആവും. sin theta by cos theta, tan theta, us into n by n എന്ന് പറയുമ്പോൾ us ആണ് കിട്ടുന്നത്. ഓക്കെ. സോ വി ഹാവ് ദ ഇക്വേഷൻ tan theta equal to us. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? the coefficient of static friction കണ്ടുപിടിക്കാൻ പറ്റും. u equal to tan theta, tan 15 ഡിഗ്രി. തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 15 ഡിഗ്രി എന്ന്. സോ coefficient of static friction u equal to 0.27. Okay. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കണം. ഓക്കെ. ലോസ് ഓഫ് മോഷനിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് കൂടി വർക്ക്ഔട്ട് ചെയ്യാം. 2 billiard balls each of mass 0.05 kg moving in opposite direction with a speed of 6 meters per second collide and rebound with the same speed. What is the impulse imparted to each other due to the other ball? ഇത് 2019 +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് വന്ന പ്രോബ്ലം ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ബില്ലിയാർഡ് ബോൾസ് ഉണ്ട്. അത് രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യാണ്. അത് കൊളൈഡ് ചെയ്യും.
റീബൗണ്ട് ചെയ്യും. ഭിത്തിയിൽ ബോൾ ചെന്നാൽ ഇടിച്ചാൽ തിരിച്ചു വരും, അതുപോലെ റീബൗണ്ട് ചെയ്യും. സെയിം സ്പീഡ് തന്നെയാണ്, പക്ഷെ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇതൊരു ഇമ്പൾസ് കേസ് ആണ്. ആ കൂട്ടിയിടി വളരെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, വലിയൊരു ഫോഴ്സ് ആണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇമ്പൾസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇമ്പൾസ് we know it is change in momentum. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാല് ഡെൽറ്റ എം വി, മാസിന് വ്യത്യാസമില്ല, എം ഇൻറ്റു ഡെൽറ്റ വി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ v2 മൈനസ് v1. v വെലോസിറ്റി മൈനസ് v ആയിട്ടാണ് മാറുന്നത്. സോ v2 എന്ന് പറഞ്ഞാൽ മൈനസ് v, v1 ഈസ് v itself. സോ മൈനസ് v എന്ന് പറഞ്ഞാൽ മൈനസ് 2v. സോ ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് minus 2 mv. Impulse is minus 2 mv. ഇമ്പൾസിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കും, പോസിറ്റീവ് നെഗറ്റീവ് എന്നല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോഴത്തേക്കും 2 mv എടുത്താൽ മതി. അതേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. മൈനസ് കൂടെ ഇട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ 2 mv. സോ 2 into m. ഓരോ ബില്യർഡ് ബോളിന്റെ മാസ് 0.05 കിലോഗ്രാം ആണ്. അത് എഴുതി. Velocity 6 meter per second ആണ്. So you will get answer 0.6 Newton second. Okay. Impulse ന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. ഫോഴ്സ് എത്ര സമയത്തേക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഇമ്പൾസിന്റെ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തിരുന്നു. പലപ്പോഴും ഇമ്പൾസിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, പഠിച്ചോണം. സിമ്പിൾ ആണ്, മാർക്ക് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. ഒരു പ്രോബ്ലം കൂടി നോക്കാം. A shell of mass 0.02 kilogram is fired by a gun of mass 100 kilogram. If the muzzle speed of the shell is 80 meter per second, what is the recoil speed of the gun? When a bullet is fired from a gun, we know bullet gets a forward momentum and the gun is recoiling. Okay, forward velocity പറയുന്ന പേരാണ് മസിൽ വെലോസിറ്റി അല്ലെങ്കിൽ മസിൽ സ്പീഡ്. റീകോയിലിംഗ് ഉണ്ടാവുന്നത് ഗണ്ണിനാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അപ്ലൈ ചെയ്യാം. mv equal to minus mv. m mass of shell, v velocity of shell. അത് നമുക്ക് തന്നിട്ടുണ്ട്. What is that? 80 meter per second. ആവശ്യപ്പെട്ടിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ഗൺ ആണ്, റീകോയിൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് മൈനസ് mv by m. ഇവിടെ ഇപ്പം വെലോസിറ്റിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഇല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് mv by m എന്ന ഇക്വേഷൻ എഴുതാം. മാസ് ഓഫ് ഷെൽ ഈസ് 0.02 കിലോഗ്രാം. വെലോസിറ്റി ഓഫ് ഷെൽ ഈസ് 80 meter per second and mass of gun is 100. You will get the answer as 1.6 into 10 raised to minus 2 meter per second. Okay. ഇത്രയും പ്രോബ്ലംസ് ആണ് 2015 മുതൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് മുൻ വർഷങ്ങളിലെ പബ്ലിക് എക്സാമിന് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി വെക്ടേഴ്സിലെ പ്രോബ്ലംസ് നോക്കാം. പലപ്പോഴും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ് അടുത്തതായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഓപ്റ്റിമൽ സ്പീഡ് എടുക്കുമ്പോഴേക്കും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഉള്ള ഇക്വേഷൻ ആണോ ഇല്ലാത്ത ഇക്വേഷൻ ആണോ പരിഗണിക്കേണ്ടത് എന്ന് പലപ്പോഴും ഒരു ഡൗട്ട് തോന്നാറുണ്ട്. ആ പ്രോബ്ലം നോക്കാം. A circular rod of radius 300 meter is banked at an angle of 15 degree. If the coefficient of friction between the wheels of the car and the road is 0.2, what is the optimal speed of the car? Optimal speed എന്ന് പറഞ്ഞാൽ maximum speed without friction ആണ്. ഫ്രിക്ഷന്റെ വാല്യൂ തന്നിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ റൂട്ട് ഓഫ് r g tan θ മാത്രം മതി. ഇതിന്റെ തിയറി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കണം, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ റൂട്ട് ഓഫ് r g tan θ മാത്രം എടുത്താൽ മതി.
Radius of the road 300 meter തന്നിട്ടുണ്ട്. G 9.8 ആണ്. Tan 15 കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സാധാ പ്രോഗ്രാമബിൾ അല്ലാത്ത സാധാരണ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുക 28.06 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. 28 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയാൽ മതിയാവും. ഓക്കെ, വെക്ടേഴ്സ് എന്ന പാഠത്തിൽ നിന്നും കൂടുതലും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് വെക്ടർ എ ഈക്വൽ ടു 2i plus j minus 3k and vector b equal to 2i minus 2j minus k. 3a minus 2j minus k. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ. Then cos theta equal to vector a dot vector b divided by ab. ab എന്നാൽ വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും മാഗ്നിറ്റ്യൂഡ്സിന്റെ പ്രോഡക്റ്റ് ആണ്. a is modulus of vector a, that is square root of x square plus y square plus z square. xi plus yj plus zk എന്ന ഫോർമുലയാണ് നമുക്ക് വെക്ടേഴ്സ് തന്നിരിക്കുന്നത്. സോ മോഡുലസ് ഓഫ് വെക്ടർ a കണ്ടുപിടിക്കണം, മോഡുലസ് ഓഫ് വെക്ടർ ബി കണ്ടുപിടിക്കണം, പിന്നെന്താ വെക്ടർ എ ഡോട്ട് വെക്ടർ ബിയും കണ്ടുപിടിക്കണം. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണന്റ് ഫോമിൽ വരുന്നതിന്റെ പ്രോഡക്റ്റ് എടുക്കുക എന്നാണ്. ഐ ഐ ജെ ജെ കെ കെ കമ്പോണന്റ്സിന്റെ പ്രോഡക്റ്റ് എടുത്ത് സമപ്പ് ചെയ്താൽ മതി. ഓക്കെ, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു 2a plus ga minus 3k dot 3a minus 2j minus k. I കമ്പോണന്റ്സിന്റെ കോഎഫിഷ്യന്റ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 2 into 3 പ്ലസ് j കമ്പോണന്റ്സിന്റെ കോഎഫിഷ്യന്റ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ j യുടെ കോഎഫിഷ്യന്റ് 1 ആണ്, മൈനസ് 2j യുടെ കോഎഫിഷ്യന്റ് ഓഫ് j മൈനസ് 2 ആണ്. then k കമ്പോണന്റ്സിന്റെ കോഎഫിഷ്യന്റ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മൈനസ് 3k യുടെ എന്നുള്ളതിൽ k യുടെ കോഎഫിഷ്യന്റ് മൈനസ് 3 ആണ്, മൈനസ് k യുടെ coefficient of k is minus 1 ആണ്. So we have 6 into 6 plus minus 2 plus 3. So vector a dot vector b is 7. Then modulus of vector a. നമ്മൾ പറഞ്ഞു വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിലാണ് തന്നിരിക്കുന്നത്. xi plus yj plus zk ഫോമിലാണ് തന്നിരിക്കുന്നത്. So the modulus is root of x square plus y square plus z square. Modulus of vector a is x square plus y square plus z square is coefficients ന്റെ സ്ക്വയർസ് എടുത്ത് സം ചെയ്ത് റൂട്ട് എടുത്താൽ മതി. So it is 2 square plus 1 square plus minus 3 square. Okay, 4 plus 1 plus 9 root of 14. Similarly b is modulus of vector b, that is also square root of x square plus y square plus z square, that is 3 square plus minus 2 square plus minus 1 square, square root of 14. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി cos തീറ്റയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. cos തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ എ ബി. 7 divided by root 14 into root 14. 7 by 14 വരും 1 by 2. കോസിന്റെ ഏത് ആംഗിളിലാണ് 1 by 2 വരുന്നത്? cos 60 ആണ് അല്ലേ 1 by 2. So theta is cos inverse 1 by 2 equal to 60 degree. എളുപ്പമല്ലേ പ്രോബ്ലം ചെയ്യാൻ? ഇതുപോലെയാണ് പ്രോബ്ലംസ് ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കാറുള്ളത്. ഒന്ന് രണ്ടെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് കാണാനുള്ള നെക്സ്റ്റ് പ്രോബ്ലം സിമ്പിൾ ആണ്. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് വെക്ടർ a equal to i plus j and vector b equal to i minus j. Vector a dot vector b equal to ab cos theta. Dot product in the equation. Cos theta equal to vector a dot vector b divided by ab. Vector a dot vector b വരുമ്പോഴേക്കും എന്താ വരിക? 1 into y plus j വരുമ്പോൾ 1 into
1 square plus 1 square. Modulus of factor b 1 square plus minus 1 square. Root 2 into root 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. Root 2 into root 2 is 2. Square root of 2 square is 2. പക്ഷെ നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ, ന്യൂമറേറ്ററിൽ 0 ആണല്ലോ. So cos theta is 0, theta is cos inverse 0 is 90. Last problem. Find the angle between the force vector F equal to 3a plus 4j minus 5k Newton and displacement E equal to 5a plus 4j plus 3k meter. ഇത് നമ്മുടെ 3-dimensional സ്പേസ്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പേസിലുള്ള ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും കമ്പോണന്റ് ഫോമിലുള്ള രണ്ട് വാല്യൂസ് ആണ്. ഫോഴ്സ് വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റും വെക്ടർ ആണ്. അവ കമ്പോണന്റ് ഫോംസ് തന്നിരിക്കുകയാണ്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ മതി. വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി. വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി 3 into 5 plus 4 into 4 plus minus 5 into 3. That is 15 plus 16 minus 50. അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇനി modulus of vector f is 3 square plus 4 square plus minus 5 square. Modulus of vector d, that is d, is 5 square plus 4 square plus 3 square. അപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 3 square plus 4 square plus 5 square തന്നെയാണ്. നേരത്തെ root 2 into root 2 2 എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ വരുന്നത് എന്തായിരിക്കും? 3 square plus 4 square plus 5 square ആയിരിക്കും വരുന്നത്. That is 9 plus 16 plus 25, that is 50. Cos theta equal to 16 by 50. ആ 16 by 50 എന്നുള്ളത് അങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് തീറ്റയുടെ വാല്യൂ എഴുതിയിരുന്നാൽ മതി. Cos theta is 16 by 50, then theta equal to cos inverse 16 by 50. വെക്ടേഴ്സിലെ ആംഗിൾസ്, ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എന്ന പ്രോബ്ലം ആണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ളത്. 3 എണ്ണം ചെയ്തു തന്നു. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.